രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പം ഇന്നും ഞാൻ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഈവനിങ് സ്നാക്സ്. അപ്പോൾ എല്ലാവരും വീട്ടിലും എന്തായാലും പഴം മിക്കവാറും ഉണ്ടാവും. അപ്പം നമുക്ക് പഴം മാത്രമായിട്ട് കഴിക്കാൻ കുറച്ചൊരു പ്രയാസമാണ് അല്ലേ. കുട്ടികൾക്കായിട്ടുണ്ടെങ്കിലും പഴം മാത്രം എങ്ങനെയാണ് കഴിക്കാനുള്ള, പഴം കൊണ്ടൊരു സ്നാക്കായി കഴിയുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ശരിക്കും കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാനിവിടെ ചെറിയ പഴം, അതായത് ഞാലിപ്പൂവൻ പഴമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. റോബസ്റ്റ പഴം ഉപയോഗിക്കാം. ഏത്തപ്പഴം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ടെങ്കിലാണ് കൂടുതലൊന്ന് സോഫ്റ്റ് ആയി കിട്ടുക. അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വളരെ വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു പഴം കൊണ്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുപഴമാണ്. ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ഞാലിപ്പൂവൻ പഴം എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത പഴമാണ്. പിന്നെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വ്യത്യാസമൊക്കെ വരുത്താം. ഒരു 5 ഏലക്ക പൊടിച്ചെടുത്തതാണിത്. ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന പഴവും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യാണ്. അപ്പോൾ ഞാനിതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിൽ വെച്ചിട്ടൊരു സ്പൂണ് തവിയോ എന്തെങ്കിലും വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്താലും മതി. അപ്പോൾ പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കാത്തതായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പെട്ടെന്നൊന്ന് കറക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിപ്പോൾ ഞാനൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് അടിക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ പഴവും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ കുറച്ച് വലിയ ബൗൾ എടുക്കുക, കാരണം ഇതിൽ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പഴം അടിച്ചെടുത്തത് ബൗളിലോട്ട് മാറ്റി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പഴം എത്ര ലൂസാന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ എന്തായാലും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കട്ട കെട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എത്ര വേണം എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യില്ല. അതുകൊണ്ട് കുറച്ച് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പൂണിൽ നിന്ന് ശരിക്കും ഇങ്ങനെ കട്ടയായിട്ടാണ് വീഴുക. ഇതാണ് പാകം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. ഞാനെടുത്ത 1 കപ്പ് ഗോതമ്പ് പൊടി ഇതിന് കറക്റ്റാണ്, പഴത്തിൻ്റെ അളവിന് കറക്റ്റാണ്. അപ്പം നിങ്ങൾ ഇത് നോക്കിയാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരുപാട് വാട്ടറി ആവരുത്. നമ്മളിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് തട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതെല്ലാം മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ഏലക്കാപ്പൊടി, അതുപോലെ നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനെല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഏലക്കാപ്പൊടി ചേർക്കാം, ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് എല്ലാം കൂടി ഇട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രയാസമാണ്. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാടൊന്നുമില്ല, കട്ടയൊന്നും കിട്ടില്ല. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കുറച്ചൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അതിങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടമാവും. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് വെറൈറ്റിയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്നുമില്ല, ഇത് നമ്മൾ ജസ്റ്റ് ഒരു 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ചീൻചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നുമില്ല, എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു സ്പൂണിലെടുത്തു. എന്നിട്ട് കുറച്ചായിട്ട് അധികം വലുപ്പമല്ലാതെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്.
ഈ ഒരു കളർ ആയാൽ മതി. അപ്പോൾ നമുക്കിത് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ പഴം വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസിയാണ്. കുറഞ്ഞ സമയം, എനിക്കൊരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ പഴം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ പണ്ട് ഒരു റെസിപ്പി ഇട്ടുണ്ട്, കുഞ്ഞുണ്ണിയപ്പം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആ രൂപത്തിലൊക്കെ ശരിക്കും ഒരു സാദൃശ്യമുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണിയപ്പത്തിൻ്റെ ആ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാൻ ലിങ്ക്, അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നവരെ ബൈ.